CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ CPIക്ക് വിമർശനം. CPMന്റെ തണലിൽ വളരുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ CPMനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. CPI വകുപ്പുകളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ പേരിൽ ഇടതു സർക്കാർ പഴി കേൾക്കുന്നുണ്ടെന്നും വിമർശനം. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, LDFിലെ രണ്ടാമത്തെ കക്ഷിയോടുള്ള സമീപനം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമായി എങ്ങനെയൊക്കെ ഉയരുന്നുണ്ട്? CPMന്റെ സമ്മേളനങ്ങളിൽ CPIക്കും CPIയുടെ സമ്മേളനങ്ങളിൽ CPMനും എതിരായിട്ടുള്ള വിമർശനം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത്തവണയും ആലപ്പുഴയിലും ആ വിമർശനമുണ്ടായി. പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന വകുപ്പുകൾ, അതായത് ഭക്ഷ്യവകുപ്പ് അടക്കം ഉള്ള വകുപ്പുകളുടെ പോരായ്മകൾ കൊണ്ട് ഈ റേഷനറി വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വീഴ്ച സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് മാത്രവുമല്ല, പല സർക്കാരിനെതിരെയും CPM നേതാക്കൾക്കെതിരെയും ഒക്കെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുമ്പോൾ CPI പ്രതിരോധിക്കുന്നില്ല, മറിച്ച് സമ്മർദ്ദത്തിലാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും ഉണ്ടായത് ഇന്നലത്തെ തുടർച്ച എന്ന വണ്ണം കുട്ടനാട് മണ്ഡലത്തെക്കുറിച്ചുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമുണ്ടായി. പല കാര്യങ്ങളിലും കുട്ടനാട് മണ്ഡലത്തിൽ നടക്കുന്നില്ല. കുടിവെള്ള പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഒരു മേൽനോട്ടം ഉണ്ടാകണമെന്നുള്ളൊരു വിമർശനമുണ്ടായി. ഒപ്പം തന്നെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിൽ പ്രതിഭാഹരിയും പങ്കെടുത്തു. അവർ മാധ്യമങ്ങൾക്കെതിരെ, അതായത് കുത്തക മാധ്യമങ്ങൾ പലപ്പോഴും തെറ്റായ വാർത്തകൾ നൽകുന്നു, സർക്കാരിനെയും പാർട്ടിയെയും വേട്ടയാടുന്നു, തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കപ്പെട്ടു. ശരി, രഘുനാഥാണ് വിവരങ്ങൾ നൽകിയത്.